ഏറ്റവും വേസ്റ്റ് ഫാൻ ബേസ് ആണോ ഏറ്റവും നല്ല ഫാൻ ബേസ് ആണോ KBFCക്കുള്ളത്? ഇതാണ് ഏറ്റവും വേസ്റ്റ് ഫാൻ ബേസ് എങ്കിൽ നമ്മൾ ഈ കാണുന്നത് പിന്നെ എന്താണ്? ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ മാത്രം വേസ്റ്റ് ഫാൻസ് എന്ന് പറഞ്ഞ് എപ്പോഴും മാറ്റി നിർത്തുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ നല്ലതെന്ന് പറഞ്ഞ് ചെയ്യുന്നത് വേറൊരു ടീമിനല്ലേ വേറൊരു ഗ്രൂപ്പിന് ഒരിക്കലും നല്ലതായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ തന്നെയല്ലേ ശരിക്കും ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ മാത്രം ഒരു വേസ്റ്റ് ഫാൻ ബേസ് എന്ന് പറഞ്ഞ് എപ്പോഴും മാറ്റി നിർത്തുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വീഡിയോയിലോട്ട് ഡീപ്പായി കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ 90K എന്ന വലിയ ഫാമിലിയിലേക്ക് എത്താൻ ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോ തുടർന്നേക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ബേസിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, എപ്പോഴും ഒരു പ്രോമിസിങ് ആവറേജ് അറ്റൻഡൻസ് നമുക്ക് കിട്ടാറുണ്ട്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച പ്ലേയേഴ്സും അതുപോലെ തന്നെ ISL മറ്റ് പ്ലേയേഴ്സും പറയാറുണ്ട്, എനിക്ക് കേരളത്തിലേക്ക് വരാൻ താല്പര്യമുണ്ട്, അവിടെ കളിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്, ഫാൻസ് എപ്പോഴും എനിക്ക് നല്ല ഓർമ്മകളെ നൽകിയിട്ടുള്ളൂ എന്ന്. എന്നാൽ അതേസമയം ചില പ്ലേയേഴ്സ് അതിനെതിരായിട്ടും പറഞ്ഞിട്ടുണ്ട്, ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ പറ്റി ഭയങ്കര നെഗറ്റീവായിട്ടും. അതാരാന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ശരിക്കും ഒരു ടീമിന് ഈ നെഗറ്റീവ് ഫാൻസ്, പോസിറ്റീവ് ഫാൻസ് അല്ലെങ്കിൽ ചീത്ത ഫാൻ ബേസ്, നല്ല ഫാൻ ബേസ് ഒരു സംഭവം ഉണ്ടോ? നമുക്ക് ഒന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന് നമുക്കറിയാം ഫാൻ സപ്പോർട്ട് തന്നെയാണ് ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിർത്തുന്നത്. കാരണം അല്ലാതെ മേജർ ട്രോഫീസോ മേജർ പറയാൻ മാത്രം ഒരു ടൂർണമെൻറ്റ് വിൻസോ നമുക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്ര സ്പെഷ്യൽ ആകുന്നതെന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് അത് ഫാൻസിനെ കൊണ്ട് മാത്രമാണ്. ഒരു പ്ലെയറിനെ സൈൻ ചെയ്താൽ സോഷ്യൽ മീഡിയ വരുന്ന ഇൻട്രാക്ഷൻ, അതുപോലെ ഒരു ഓപ്പണിംഗ് മാച്ച് ആണെങ്കിലോ മറ്റ് മാച്ചസിലോ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് സെയിൽസ് നമുക്ക് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ ഭാഗത്ത് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പോളിങ്ങോ വോട്ടിങ്ങോ തീരുമാനിക്കുന്ന ഒരു ഡിസിഷൻ ആണെങ്കിൽ അഫ്കോഴ്സ് ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിൽ ഒരാളുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ആ പോളിംഗ് തുടങ്ങുന്ന മുമ്പേ പറയാൻ സാധിക്കും. കാരണം ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലും ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് അത്രമാത്രം ആക്റ്റീവാണ്. നമുക്കറിയാം, ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് എപ്പോഴും ടോപ്പ് 5 തന്നെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നെഗറ്റീവ് എവിടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഇത്രത്തോളം ട്രോളുകൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതും ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം ജയിച്ചാൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ പേജാട്ടെ, അതുപോലെ എതിർ ടീമിൻ്റെ നമ്മൾ തോൽപ്പിച്ച ടീമാണോ ആ ടീമിൻ്റെ സോഷ്യൽ മീഡിയ പോയിട്ടും നമ്മൾ അഫ്കോഴ്സ് കുറേ കമൻറ്റുകളും എല്ലാം ഇടാറുണ്ട്, ട്രോളുകൾ എല്ലാം ചെയ്യാറുണ്ട്. ഇറ്റ്സ് നോർമൽ എന്ന് പറയാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഹൈദരാബാദ് FC ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഹൈദരാബാദ് FC നമ്മൾ ഫൈനലിൽ നമ്മളെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹൈദരാബാദിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവർ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആണ്. ഫിഫ അവർക്ക് കുറേ ട്രാൻസ്ഫർ ബാൻ കൊടുക്കുന്നു. അങ്ങനെ കുറേ ഇഷ്യൂകളിലാണ് ഇപ്പോൾ ഹൈദരാബാദ് FC പൊക്കോണ്ടിരിക്കുന്നത്. അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കർമ്മയാണ് നമ്മളെ ഫൈനൽ തോൽപ്പിച്ചപ്പോൾ നിങ്ങൾ ഭയങ്കര സന്തോഷിച്ചു, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കർമ്മയാണ്, ഇത് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ശാപം എന്നൊക്കെ പറയുമ്പോൾ അഫ്കോഴ്സ് ഒരു ഓപ്പോസിറ്റ് ടീം എന്ന് വെച്ചാൽ ഹൈദരാബാദോ ബ്ലാസ്റ്റേഴ്സോ അല്ലാതെ വേറൊരു ടീമിൻ്റെ ഫാൻ നോക്കുമ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെ പറയുന്നത്, അവരവരുടെ ഡ്യൂട്ടി അല്ലേ ചെയ്തതെന്ന് ഓഫ്കോഴ്സ് മറ്റു ടീമിൻ്റെ ഫാൻസ് ആലോചിക്കും. ശരിക്കും ഹൈദരാബാദ് FC എവിടെയാണ് അത് തെറ്റിയിട്ടുള്ളത്? കാരണം അവരൊരു സീസൺ കളിക്കാൻ വന്ന് കപ്പ് നേടാനാണ്, അവർ കപ്പ് നേടുകയും ചെയ്തു. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്, അത് ഞങ്ങൾക്കെതിരെ നിങ്ങളോട് ദൈവം ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടാൽ അഫ്കോഴ്സ് നമ്മൾ ലോക്ക്ഡൗൺ കിഡ്സ് ആയിട്ട് മാറ്റി നിർത്തത്തേ ഉള്ളൂ. ഞാൻ പറയുന്നില്ല എല്ലാ ഫാൻസും അങ്ങനെയാണ്, എന്നാലും എല്ലാ ഫാൻസിലും ഒരു ഗ്രൂപ്പ് ഇങ്ങനെയുണ്ട്, നമ്മുടെ സ്വന്തം ഫാൻ ബേസിൻ്റെ വില കളയാൻ വേണ്ടി. ഇപ്പോൾ 20 ഗോൾ അടിച്ച് നിൽക്കുന്ന ഒരു ടോപ്പ് സ്കോററിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങളെ ലൂണ നോക്കിക്കോളൂടാന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് ആണ്. എന്നാൽ നിങ്ങളൊക്കെ വാടാ, ലൂണയ്ക്ക് 60 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഇതുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ജസ്റ്റ് ഒരു നോൺസെൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന്, ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേറൊരു എക്സാമ്പിളോട് ഞാൻ വേണേൽ പറയാം, നമ്മുടെ ബംഗളൂരു FC ഉണ്ടല്ലോ, അവർക്ക് ISL ഉണ്ട്, ഡ്യൂറൻ കപ്പ് ഉണ്ട്, സൂപ്പർ കപ്പ് ഉണ്ട്, അങ്ങനെ മേജർ ട്രോഫീസ് എല്ലാം തന്നെ അവർ നേടിയിട്ടുണ്ട്. അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് 3 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടോടാന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ആലോചിക്കുക, ബംഗളൂരു FC ഫാൻസാണ്,
ഓക്കെ അവർ എമൗണ്ടിൽ നമ്മളേക്കാൾ കുറവായിരിക്കും, ബട്ട് ഇങ്ങനെയൊക്കെ പൊട്ടത്തരം പോയി കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ട്രോളുകൾ കിട്ടും. നമ്മുടെ സ്വന്തം ഫാൻ ബേസിൻ്റെ വില കളയുക തന്നെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ബംഗളൂരു എഫ് സി ഒരു സീസൺ നമുക്കിതിൽ കളിക്കാൻ വന്നാൽ ഇൻഡിവിജ്വൽ ഗെയിംസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സീസണിൽ നടക്കുന്ന ഒരു ഗെയിം ആണെങ്കിൽ ഓക്കെ വെല്ലുവിളിക്കുക എല്ലാം ചെയ്യാം, ബട്ട് അവർ നേടിയിട്ടുള്ള ടൈറ്റിൽസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പോയാൽ നമ്മൾ ഒന്നുമല്ല. ബംഗളൂരു എഫ് സിയുടെ മുമ്പിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇതെന്താ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് മാത്രമേ ഇങ്ങനെയുള്ളൂ, മറ്റു ടീമിൻ്റെ ഫാൻസ് അങ്ങനെ അല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്, ബട്ട് എമൗണ്ടിൽ ഭയങ്കര കുറവാണ്. നമുക്കറിയാം ഇപ്പോൾ മുംബൈ സിറ്റിയുടെ ഫാൻസ് ആയാലും ചെന്നൈയിൻ എഫ് സിയുടെ ഫാൻസ് ആയാലും കുറേ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കര കുറവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അത്രത്തോളം അത് സർക്കുലേറ്റ് ആയിട്ടില്ല. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയിൽ അത് പെട്ടെന്ന് തന്നെ സർക്കുലേറ്റ് ആകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഹെയ്റ്റ് കൂടുന്നത്. അതുപോലെ തന്നെ മുംബൈ വെച്ച് അടി നടന്നിട്ടുണ്ട്, നമ്മുടെ പൂനെ സിറ്റിയുടെ മത്സരത്തിനിടയ്ക്ക് സ്റ്റേഡിയത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ സ്ഥലത്ത് വെച്ച് കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ അവിടെ ആരും തന്നെ വലിയ ചർച്ചാ വിഷയം അത് ആയിട്ടില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഫുട്ബോളിനെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിന് മാത്രം അത് അറിഞ്ഞിട്ട് പോലുമുള്ളായിരുന്നു. എന്നാൽ അതൊന്നും വലിയ രീതിയിൽ വൈറലോ അല്ലെങ്കിൽ ടോക്കോ ആയിട്ടില്ലായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം മാത്രം വരുമ്പോൾ അത് എപ്പോഴും ന്യൂസാണ്. കാരണം അത് നല്ല വ്യൂവേഴ്സിനെ എപ്പോഴും ക്യാച്ച് ചെയ്യും. ബ്ലാസ്റ്റേഴ്സിനെ പറ്റി എന്ത് വീഡിയോ ആരിട്ടാലും അതിനൊരു പ്രോമിസിങ് വ്യൂസ് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നമുണ്ടെങ്കിലും അത് ഹൈലൈറ്റ് ആകും. അത് നോക്കി പെരുമാറേണ്ടതും നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബംഗളൂരു എഫ് സി ആയിട്ട് ഒരു മത്സരം നടന്നപ്പോൾ നമ്മൾ ബംഗളൂരു വെച്ച് സ്റ്റേഡിയത്തിൻ്റെ ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അവിടെ ആർക്കും റീസൺ അറിയേണ്ട, എന്താണ് സംഭവിച്ചറിയേണ്ട. അടി നടന്നോ, അവിടെ ഒരു ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആണോ റീസൺ, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഫാൻ ഉണ്ടോ, അത് ബ്ലാസ്റ്റേഴ്സ് നല്ലതിലെ പ്രശ്നമായിട്ട് വരുള്ളൂ. ബംഗളൂരു ഫാൻസിനെതിരെ ആരും അധികം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് മാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബംഗളൂരു ഫാൻസാണ് പ്രശ്നം ഉണ്ടാക്കിയത്. എന്നാൽ വേറെ ഒരു ടീമിൻ്റെ ഫാൻസ് നമുക്കൊരു സപ്പോർട്ട് നൽകിയിട്ടില്ലായിരുന്നു. ഈ ഒരു സംഭവത്തെ കൂടുതൽ എടുത്തു കാണിക്കുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചെന്നൈയിൻ എഫ് സി ഫാൻസ് ബ്ലാസ്റ്റേഴ്സിന് ടീം ബസ് പോയപ്പോൾ ഒരു ഫോക്സ് സ്പ്രേയോ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു ബസ്സിൻ്റെ മേളിലേക്ക്. അത് നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ കുറേ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് നമ്മൾ എന്ത് സോഷ്യൽ മീഡിയ ഇട്ടാലും ആൾക്കാർ കാണാനുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇത്രത്തോളം ഫാൻ പേജുകളും അതുപോലെ ബാക്കി സംഭവങ്ങളെല്ലാം ആരാധകർ തുടങ്ങുന്നത്. ആൾക്കാർ വരും, കാണും, ഫോളോ ചെയ്യും, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുള്ളതാണ്. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ടോക്സിസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരമൊക്കെ നോക്കുക. സ്റ്റേഡിയത്തിൽ മിക്കപ്പോഴും തല്ലുകളും വാശിയും അടിയും ഇടിയും എല്ലാം നടന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാൾ ഫാനായെന്ന പേരിൽ ഒരു കല്യാണം വരെ കൊൽക്കത്തയിൽ മുടങ്ങി പോയിട്ടുണ്ട് എന്ന്. സോ അത്രത്തോളം ഫുട്ബോൾ ലെവൽ കൂടുതലാണ് കൊൽക്കത്തയിൽ. എന്നാൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അവർ തമ്മിലുള്ളൊരു ഫൈറ്റോ ഒരു പ്രശ്നമോ ഇതുവരെ അധികം സർക്കുലേറ്റ് ആയിട്ടില്ല. എന്ന് വെച്ചാൽ റീസെൻറ്റ് പെർഫോമൻസ് ISL വന്നു കഴിഞ്ഞിട്ട്. എന്നാൽ നമുക്കറിയാം, നമ്മൾ കുറേ വീഡിയോസും സംഭവങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫുട്ബോളിനെ ഡീപ്പായിട്ട് ഇന്ത്യൻ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്നവർക്കറിയാം കുറേ പ്രശ്നങ്ങൾ അവർ കളിക്ക് മുമ്പൊക്കെ നടന്നിട്ടുണ്ട് എന്ന്. എന്നാൽ ടോക്സിസിറ്റി അല്ലെങ്കിൽ ഒരു പ്രശ്നം വേസ്റ്റ് ഫാൻസ് പറയുമ്പോൾ എപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ പേരായിരിക്കും ആദ്യം വരുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ തന്നെയാണ്. ആരും കൊതിക്കുന്ന ഒരു ഫാൻ ബേസാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഇപ്പോൾ നോഹ സദോയി വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് തന്നെയാണ് എന്നെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത്, ആ സ്റ്റേഡിയത്തിൽ കളിക്കാൻ പറ്റുന്ന ഒരു സ്വപ്നം തന്നെയാണെന്നുള്ളത്. പ്രീതം കോട്ടാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ വന്ന മേജർ പ്ലേയേഴ്സും പറയുന്നത് ഫാൻ ബേസിൻ്റെ കാര്യം തന്നെയാണ്. സോ എല്ലാവരും ഡ്രീം ചെയ്യുന്ന ഒരു ഫാൻ ബേസ് ഉണ്ടായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ മാത്രമാണ് ഇത്രത്തോളം നമ്മളൊരു ടോക്സിസിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം കൊൽക്കത്ത ഫാൻ ബേസിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇടുക, നിങ്ങൾ കൊച്ചി സ്റ്റേഡിയത്തിൽ വന്നിട്ടുണ്ടോ, ആ ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ഒരിക്കലും മോഹൻ ബഗാനോ ഈസ്റ്റ് ബംഗാളോ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന്. നിങ്ങൾ നോക്കുക, 100 വർഷത്തിന് മേളിൽ പാരമ്പര്യമുള്ള ടീമാണ്. സോ അവിടുത്തെ ജനറേഷൻസ് ആയിട്ട് അവർ ആ ഫുട്ബോൾ പാഷനും എല്ലാം കാണുന്നുണ്ട്. സോ ലേക്ക് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സ്റ്റേഡിയമാണ്. എന്നിട്ട് പോലും അത് ഫുള്ളാകുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സോ അത് കമ്പയർ ചെയ്യുന്നത് തന്നെ വലിയ അർത്ഥമില്ല. കാരണം ടൈറ്റിൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഫാൻ ബേസിൻ്റെ കാര്യത്തിലാണെങ്കിലും കൊച്ചിയേക്കാൾ വലുത് തന്നെയാണ് എപ്പോഴും മോഹൻ ബഗാൻ എന്നുള്ളത്. ബട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഫാൻസിന് അറ്റൻഡൻസ് അല്ലെങ്കിൽ ഫാൻസ് വരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മോഹൻ ബഗാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ മത്സരമാണെങ്കിൽ മാത്രമാണ് സ്റ്റേഡിയത്തിൽ അത്രത്തോളം കപ്പാസിറ്റി കൂടി വരുന്നത്. എന്നാൽ ബാക്കിയുള്ള മാച്ചസിൽ അത് എമൗണ്ട് കുറവായിരിക്കും. എന്ന് വെച്ചാൽ സെമി ഫൈനലോ അല്ലാതെ എമൗണ്ട് കുറവായിരിക്കും. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഹോം മാച്ച് ആണെങ്കിൽ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു അറ്റൻഡൻസ് നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് നമ്മളെ ഹൈലൈറ്റ് ആക്കി നിർത്തുന്നത്. ഒരു ടീം ടൈറ്റിൽ അടിച്ചിട്ടുണ്ട്, കപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ നിങ്ങൾക്ക് കപ്പുണ്ടായിരിക്കും ബട്ട് സ്റ്റേഡിയത്തിൽ 60,000 ഫാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് നോൺസെൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നമ്മുടെ വില നമ്മൾ തന്നെ വേണം കാക്കാൻ. എന്തൊക്കെയാണെങ്കിലും ഈ സീസണിൽ നല്ല പ്രതീക്ഷയോടെ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കാരണം നമുക്കറിയാം നോഹ സദോയി തുടങ്ങിയ എല്ലാ പ്ലേയേഴ്സും വന്നിട്ടുണ്ട്. ഫാൻ ബേസ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് തന്നെ വരുള്ളൂ.
അനാവശ്യമായിട്ടുള്ള ഹെയ്റ്റ് നമ്മൾ ബാക്കി ഫാൻസിന് മുമ്പിൽ ഉണ്ടാക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആ കാര്യത്തിൽ പിന്നെയും കണ്ട് പഠിക്കേണ്ടതെന്നും എനിക്ക് പറയാനുള്ളത് ജംഷഡ്പൂരിൻ്റെ കാര്യമാണ്. കാരണം ആവറേജ് അറ്റൻഡൻസ് എപ്പോഴും അവർക്ക് നല്ല രീതിയിലുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിലും വലിയ കാര്യത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ജംഷഡ്പൂർ FC ഫാൻസ്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഫാൻസ് ഒന്നും പോയി ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, ബട്ട് എമൗണ്ട് ഭയങ്കര കുറവാണ്. ബട്ട് പോയൊന്നും കണ്ടിട്ടില്ല. അവരെ കണ്ടുപഠിക്കണമെന്നല്ല, എന്നാലും നമുക്ക് ചെറിയ ലെവലൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ഈ ഒരു നെഗറ്റീവ് ടോക്സിസിറ്റി അല്ലെങ്കിൽ ഒരു ഓവർ ടീമിനോടുള്ള ഒരു സ്നേഹം മൂത്ത് ബാക്കി ടീമിനെ ട്രോളുന്ന പരിപാടി നമുക്ക് നിർത്താൻ തന്നെ നോക്കാം. എന്തൊക്കെയാലും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.